എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ട് നെയ്യപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിനു വേണ്ടിയിട്ട് 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസിൻ്റെ അളവിനാണ് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് പച്ചരി നന്നായിട്ടൊന്ന് കഴുകി 3 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക. 2 ഗ്ലാസ് പച്ചരിക്ക് 2 കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. അതിൽ അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കുക. പച്ചരി ഇപ്പോൾ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇത് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം. 2 ഗ്ലാസ് പച്ചരിക്ക് 200 ഗ്രാം ശർക്കര, 1 ഗ്ലാസ് തേങ്ങ, ഈ ഒരു കണക്കിനാണ് എടുത്തിട്ടുള്ളത്. തിരികിയ തേങ്ങ 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ജീരകം, ഒരു 4 ഏലക്ക പൊളിച്ചത്, ഇനി ഉരുക്കി വെച്ച ശർക്കര ഒഴിച്ച് അരയ്ക്കുക. ശർക്കര ഒഴിച്ച് അരച്ച് കഴിഞ്ഞതിന് ശേഷം വെള്ളം ആവശ്യമാണെങ്കിൽ ചേർത്താൽ മതിയാകും. ഒരു ഇഡ്ഡലിയുടെ പരുവത്തിലുള്ള മാവായിരിക്കണം, എങ്കിലേ കറക്റ്റ് നെയ്യപ്പം കിട്ടുകയുള്ളൂ. ശർക്കര ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് വയ്ക്കാം. ശർക്കര ഉരുക്കിയ പാത്രത്തിലേക്ക് ആ ശർക്കര ഒന്ന് കുതിർന്ന് ഇരിക്കും. നന്നായിട്ട് അരച്ചെടുക്കണം, നല്ല പോലെ അരഞ്ഞു കിട്ടണം. തീരെയും തരിയില്ലാത്ത തരത്തിൽ വേണം അരയ്ക്കാൻ. അടുത്തതും ഇതുപോലെ അരയ്ക്കുക. അതിലേക്ക് ഒരു 2 സ്പൂണ് ചോറും കൂടി ചേർത്ത് കൊടുക്കുക. 2 സ്പൂണ് മതിയാവും, കൂടുതൽ വേണ്ട. ഞാൻ ഒഴിച്ചു വെച്ച വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചരയ്ക്കാം. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ വച്ചേക്കുക. അപ്പോഴത്തേക്ക് മാവൊന്ന് പെർമനൻ്റായി കിട്ടുകയുള്ളൂ. ഇതിൽ സോഡാപ്പൊടിയോ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ മാവ് നല്ലപോലെ പൊങ്ങിയിട്ടുണ്ടാകും. മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് എള്ള് ചേർത്ത് കൊടുക്കാം. കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് നെയ്യിൽ വറുത്തിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്തെടുത്തിട്ടുണ്ട്. ഇത് നെയ്യപ്പം ഉണ്ടാക്കുന്ന ചട്ടിയിലേക്ക് തന്നെ 1 സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് വറുത്തെടുക്കാമെന്നുണ്ടെങ്കിൽ അതിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കുമ്പോഴത്തേക്ക് ആ നെയ്യപ്പത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. തേങ്ങാക്കൊത്ത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് കോരി ഒഴിച്ചെടുക്കാവുന്നതാണ്. സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഒരു തുള്ളി അതിലേക്ക് ഒഴിച്ച് വെക്കുക. മാവ് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നന്നായിട്ട് കോരി ഒഴിച്ച് എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. പുറം നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റും ആയിട്ട് കിട്ടുന്ന ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇതുപോലെ എല്ലാം ഒന്ന് ചുട്ടെടുക്കാവുന്നതാണ്. ഇപ്പോൾ ലാസ്റ്റ് ആയിട്ടുണ്ട്. എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്.
പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്യപ്പം റെസിപ്പിയാണിത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.